നമസ്കാരം. സർക്കാരിൻ്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദരേഖയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് തദ്ദേശ മന്ത്രി എം.ബി. രാജേഷ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ബാർ മുതലാളിയായ അനിമോൻ തൊടുപുഴയെ പ്രതിയാക്കിയാകും കേസ് വരിക. മദ്യനയത്തിൽ ഊഹാപോഹ പ്രചരണം നടത്തി സാമ്പത്തിക തട്ടിപ്പിന് ശ്രമിച്ചു എന്ന കേസാകും ചുമത്തുക. വിശദ നിയമോപദേശം തേടിയായിരിക്കും ഈ വിഷയത്തിൽ പോലീസ് നടപടികൾ എടുക്കുക. സംഭവത്തിൽ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിച്ചത്. ശബ്ദ സന്ദേശത്തെക്കുറിച്ചും മദ്യനയത്തിൽ ഇളവ് വാഗ്ദാനം ചെയ്ത് പണപ്പിരിവ് നടക്കുന്നുണ്ടോ എന്നും അന്വേഷിക്കണം എന്നാണ് പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലെ ആവശ്യം. സംഭവം ഗൂഢാലോചനയാണെന്നും പരാതിയിൽ പറയുന്നു. ഈ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ഇത്. അന്വേഷണം പ്രഖ്യാപിച്ചതിലൂടെ അഴിമതിയിൽ സർക്കാരിന് പങ്കില്ല എന്ന് വരുത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഡൽഹി മോഡൽ അഴിമതിയാണ് നടന്നത് എന്ന് ബി.ജെ.പിയും ആരോപിച്ചിട്ടുണ്ട്. ശബ്ദരേഖയുമായി ആരെങ്കിലും കോടതിയിൽ പോകാനുള്ള സാധ്യത സർക്കാർ കാണുന്നുണ്ട്. ഇതുകൂടി മനസ്സിലാക്കിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിലൂടെ കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തേണ്ടി വന്നു എന്ന ഭാവി വിലയിരുത്തലും സർക്കാരിന് ഒഴിവാക്കാം. കേസുണ്ടായാൽ തന്നെ കോടതിയിൽ കേസെടുത്ത കാര്യം ബോധ്യപ്പെടുത്താനും കഴിയും. ഇത് സർക്കാരിന് പ്രതിരോധമായി ഭാവിയിൽ മാറും. ഇതെല്ലാം കണക്കിലെടുത്താണ് കേസെടുക്കാനുള്ള നീക്കം. അംഗങ്ങളോട് പണം ആവശ്യപ്പെട്ടത് ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയാണെന്നും സംഘടനയെ പിളർത്താൻ ശ്രമം നടത്തിയതിന് അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം സംഘടന തീരുമാനമെടുത്തിരുന്നു എന്നും സുനിൽകുമാർ എന്ന ബാർ അസോസിയേഷൻ നേതാവ് വ്യക്തമാക്കിയിരുന്നു. സംഘടനയിലെ ബാക്കിയുള്ളവരെല്ലാം ഈ വാദത്തെ അംഗീകരിക്കുമെന്നും ഉറപ്പാക്കും. അനിമോനെ ഒറ്റപ്പെടുത്തിയ ആരോപണത്തിൻ്റെ മുനയൊടിക്കാനാണ് CPM ആലോചന. ഇതിന് കരുത്തു പകരുന്നതാണ് സുനിൽകുമാറിൻ്റെ പ്രസ്താവന. അതിനിടെ ശബ്ദരേഖ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി എം.ബി. രാജേഷ് പ്രതികരിച്ചിരുന്നു. അനിമോനെതിരെ കേസെടുക്കും എന്നതിൻ്റെ സൂചന കൂടിയാകാം ഇത്. മദ്യനയത്തിൻ്റെ ആലോചനകളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ മദ്യനയത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതിശക്തമായ നടപടി അത്തരക്കാർക്കെതിരെ ഉണ്ടാകുമെന്നും മന്ത്രി വിശദീകരിച്ചിരുന്നു. ഒരു തരത്തിലും ഇത്തരം കാര്യങ്ങൾ വച്ചുപുറപ്പിക്കില്ല. മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുന്നത്. അതിൻ്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ. ആ ചർച്ച നടക്കുന്നതിന് ഒരു മാസം മുൻപ് തന്നെ മാധ്യമങ്ങളിൽ സ്ഥിരമായി വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ശബ്ദരേഖ കലാപരിപാടി കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള സ്ഥിരം പരിപാടിയാണ്. തെറ്റായ പ്രവണതകളെ കൈകാര്യം ചെയ്യാൻ സർക്കാരിന് അറിയാം. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് ചർച്ചകളിലേക്ക് കടക്കാത്തത്. മദ്യനയത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ ഉറവിടം എന്താണെന്നറിയില്ല. IT പാർക്കിൽ അനുമതി നൽകുന്ന കാര്യം കഴിഞ്ഞ മദ്യനയത്തിൽ ഉള്ളതാണ്. തെറ്റായ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാകാം ചിലർ പണപ്പിരിവിന് ഇറങ്ങിയത് എന്നും മന്ത്രി പറയുന്നു. മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ തൊടുപുഴ അയച്ച സന്ദേശമാണ് പുറത്തായത്. പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല. 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും. അതിൽ ഡ്രൈ ഡേ എടുത്തു കളയും. അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും. അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നാണ് ശബ്ദ സന്ദേശത്തിൽ അനിമോൻ വിശദീകരിക്കുന്നത്.